മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കൊലവിളി പ്രസംഗം. മുഖ്യമന്ത്രിയുടെ കഴുത്തിൽ കത്തിവെക്കുമെന്നും യൂത്ത് കോൺഗ്രസ് പറയുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവ് ബാലു കനാലാണ് തൃശൂരിലെ പൊതുവേദിയിൽ കൊലവിളി മുഴക്കിയത്. തൃശൂർ കോർപ്പറേഷന് മുന്നിൽ നടന്ന യൂത്ത് കോൺഗ്രസ് ഉപവാസ സമരത്തിലായിരുന്നു കോൺഗ്രസ് നേതാവ് ബാലു കനാൽ മുഖ്യമന്ത്രിക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കഴുത്തിൽ കത്തിവെച്ച് സമാധാനം സൃഷ്ടിക്കുമെന്നും കത്തിയെടുക്കാൻ യൂത്ത് കോൺഗ്രസിന് മടിയില്ലെന്നുമായിരുന്നു ബാലു കനാലിന്റെ കൊലവിളി പ്രസംഗം. യൂത്ത് കോൺഗ്രസ് തൃശൂർ പാർലമെന്റ് കമ്മിറ്റി സെക്രട്ടറിയും ചേർപ്പ് സർവീസ് സഹകരണ സംഘം ഡയറക്ടറുമാണ് ബാലു കനാൽ. കോൺഗ്രസ് പ്രവർത്തകരെടുത്താലേ ഈ നാട്ടിലുള്ള കൊലപാതകങ്ങൾ അവസാനിക്കുള്ളൂ എങ്കിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, പിണറായി വിജയന്റെ കഴുത്തിൽ കത്തിവെക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാവും, യാതൊരുവിധ സംശയവും വേണ്ട. പ്രാദേശിക വിഷയത്തിന്റെ പേരിൽ സംസ്ഥാനമാകെ ആക്രമണം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് നടപടി അപലപനീയമെന്ന് LDF കൺവീനർ A. വിജയരാഘവൻ പ്രതികരിച്ചു. കേരളത്തിൽ ബോധപൂർവം അക്രമ പരമ്പരകൾ കെട്ടഴിച്ചു വിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹർത്താലിന്റെ മറവിൽ തന്നെ വലിയ തോതിലുള്ള ആക്രമണ പ്രവർത്തനങ്ങൾ അവർ കെട്ടഴിച്ചു വിടുകയുണ്ടായി. ഒരു പ്രാദേശികമായി സംഭവിച്ച നിർഭാഗ്യകരമായ ഒരു സംഭവത്തെ സംസ്ഥാനാടിസ്ഥാനത്തിന്റെ വിഷയമാക്കി മാറ്റി തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് വേണ്ടിയും രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയും ദുർവിനിയോഗം ചെയ്യുകയാണ്. യൂത്ത് കോൺഗ്രസിനെ കയറൂരി വിട്ടുകൊണ്ട് ഇത്തരം പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംഭവത്തെ സംബന്ധിച്ചിടത്തോളം നിയമസമാധാനവുമായി ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിൽ പോലീസ് വളരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കപ്പെട്ട ഒരു സംഭവത്തെ കുറിച്ചാണ്, അതിൽ നിന്ന് രൂപപ്പെട്ട വിഷയങ്ങളെ കുറിച്ചാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ബാലു കനാലിന്റെ കൊലവിളിയെക്കുറിച്ച് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് പീപ്പിൾ TVയോട് പറഞ്ഞു. അല്ല, അതിനകത്ത് ഞാനിന്ന് രാവിലെ പത്രത്തിൽ അത് വായിച്ച ഉടനെ തന്നെ ഞാൻ അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃശൂർ പാർലമെന്റ് പ്രസിഡന്റിനോട് ഞാൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ശൈലിയല്ല. വെല്ലുവിളി പ്രസംഗം അല്ലെങ്കിൽ ഭീഷണി പ്രസംഗം എന്നൊക്കെ പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെയോ ശൈലിയില്ല. ഞങ്ങൾ ഒരിക്കലും അതിനെ അംഗീകരിക്കില്ല. റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ഈ സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടി ഉണ്ടാകും. കാസർഗോഡ് വിഷയത്തിൽ സംസ്ഥാനത്തൊട്ടാകെ കനത്ത ആക്രമണങ്ങളും കലാപങ്ങളുമാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അഴിച്ചുവിട്ടത്. ഇതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ മുഖ്യമന്ത്രിക്കെതിരായ കൊലവിളി പ്രസംഗം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുഖ്യമന്ത്രിയുടെ കഴുത്തിന് കത്തിവെക്കുമെന്ന യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപനം കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ എന്ന് കോടിയേരി ചോദിച്ചു. RSSന്റെ അതേ വഴികളിൽ കോൺഗ്രസും സഞ്ചരിക്കുകയാണെന്നും കോടിയേരി പ്രതികരിച്ചു. മറ്റൊരു വാർത്തയിലേക്ക്. കാസർഗോഡ് പെരിയയിൽ കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവത്തിന്റെ പേരിൽ സംസ്ഥാന വ്യാപക ആക്രമണത്തിന് കോൺഗ്രസിന്റെ നീക്കം. ആക്രമണത്തിന് നേതാക്കൾ തന്നെ അണികൾക്ക് ആഹ്വാനം നൽകുന്നു. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും നേതാക്കളെയും എല്ലാം അധിക്ഷേപിക്കാനും നീക്കം നടക്കുന്നുണ്ട്. പെരിയ കൊലപാതകത്തെ തുടർന്ന് ശക്തമായി പ്രതികരിക്കാനാണ് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് K. സുധാകരൻ ഫേസ്ബുക്കിലൂടെ അണികൾക്ക് ആഹ്വാനം നൽകിയത്. എന്തുവന്നാലും അണികളെ സംരക്ഷിക്കുമെന്ന് സുധാകരൻ പ്രഖ്യാപിച്ചിരുന്നു. ഈ ആഹ്വാനത്തിന് പിന്നാലെയാണ് പൈവളികളിൽ CPIM സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും കടകൾക്കും വാഹനങ്ങൾക്കും നേരെ വ്യാപക ആക്രമണം ഉണ്ടായത്. വേണ്ടിവന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ നിയമം കയ്യിലെടുക്കുമെന്ന് K. മുരളീധരൻ കാഞ്ഞങ്ങാട് പ്രഖ്യാപിച്ചിരുന്നു. എല്ലാ വാതിലും കൊട്ടിയടച്ചാൽ പിന്നെ നിയമം കയ്യിലെടുക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിച്ചേരും. P. കരുണാകരൻ MP ഉൾപ്പെടെ CPIM നേതാക്കൾ പെരിയയിൽ ആക്രമണം നടന്ന പ്രദേശങ്ങൾ സന്ദർശിക്കുമ്പോൾ സംഘർഷം സൃഷ്ടിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചതും നേതാക്കളുടെ ഈ പ്രസ്താവനകളിൽ ആവേശം കൊണ്ടാണ്. കണ്ണൂരിലെ പ്രമുഖനായ കോൺഗ്രസ് നേതാവ് നിരന്തരം പെരിയ സന്ദർശിച്ച് ആക്രമണങ്ങൾ സംഘടിപ്പിക്കുവാൻ പ്രോത്സാഹനം നൽകുന്നതായും ആരോപണമുണ്ട്. മന്ത്രി E. ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തെ കോൺഗ്രസ് പ്രവർത്തകർ അധിക്ഷേപിക്കുകയുണ്ടായി. മുഖ്യമന്ത്രി വന്നാൽ അദ്ദേഹത്തിന് മേൽ ചാണകവെള്ളം ഒഴിക്കാൻ സ്ത്രീകളെ ഒരുക്കി നിർത്തിയതായും റിപ്പോർട്ടുണ്ട്. പ്രമുഖ മലയാള ടെലിവിഷൻ ചാനലിന്റെ കോഴിക്കോട് നിന്നുള്ള റിപ്പോർട്ടർ കോൺഗ്രസ് നേതൃത്വവുമായി ചേർന്ന് സംഘർഷം സൃഷ്ടിക്കുന്നതിനുള്ള വാർത്തകൾ ആസൂത്രണം ചെയ്തുവെന്ന ആരോപണവും ശക്തമാണ്. മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കാൻ നടന്ന നീക്കവും കല്യോട്ട് ഇന്നലെ സംഘർഷം സൃഷ്ടിച്ചതും സംസ്ഥാന വ്യാപക അക്രമം ലക്ഷ്യമിട്ടാണ്. വരും ദിവസങ്ങളിലും സമാന ശ്രമങ്ങൾ സംസ്ഥാന വ്യാപകമായി ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുഖ്യമന്ത്രിയുടെ കഴുത്തിന് കത്തിവെക്കുമെന്ന യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപനം കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ എന്ന് കോടിയേരി ചോദിച്ചു. RSSന്റെ അതേ വഴികളിൽ കോൺഗ്രസും സഞ്ചരിക്കുകയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. TP പ്രശാന്ത് നൽകും വിശദാംശങ്ങൾ. പ്രശാന്ത്, എന്തൊക്കെയാണ് കോടിയേരി ഇതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളോട് പ്രതികരിച്ചത്?
ഇന്ന് മുഖ്യമന്ത്രിയുടെ കഴുത്തിന് കത്തിവെക്കുമെന്ന തരത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പ്രസംഗം പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കൊലവിളി പ്രസംഗമാണ് അത് പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കഴുത്തിനെ കത്തിവെക്കുമെന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രഖ്യാപനം കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ ചോദിച്ചത്. RSSന്റെ അതേ പാതയിൽ തന്നെയാണ് കോൺഗ്രസും സഞ്ചരിക്കാൻ ശ്രമിക്കുന്നത്. CPM-നെ സംബന്ധിച്ച് പഴയകാലത്തെ ചൊല്ലി കണക്ക് പറയേണ്ട ഒരു കാലമോ മറ്റോ ഒന്നുമല്ല, മറിച്ച് CPM സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. സമാധാനപരമായ അന്തരീക്ഷത്തിലൂടെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകർ എല്ലാവരും തന്നെ എന്തൊക്കെ പ്രകോപനം ഉണ്ടായാലും സമാധാനപരമായി തന്നെ മുന്നോട്ട് പോകണം, ആത്മസംയമനം പാലിക്കണം എന്ന തരത്തിലാണ് അദ്ദേഹം അണികളോട് സംസാരിച്ചത്. കോട്ടയം ജില്ലയിൽ സംരക്ഷണ യാത്രയ്ക്ക് സ്വീകരണം നൽകുമ്പോൾ പാലായിലായിരുന്നു അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ ഇടതുപക്ഷത്തിന്റെ പ്രസക്തിയും അതുപോലെ തന്നെ കേരളത്തിന്റെ ഭരണ നേട്ടങ്ങളും എല്ലാം വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹം ജനങ്ങളുമായി യാത്രയിൽ സംവദിച്ചത്. യാത്ര അല്പസമയത്തിനകം ഏറ്റുമാനൂരേക്ക് എത്തിച്ചേരും. ഇന്ന് വൈകിട്ട് 8 മണിയോടുകൂടി കോട്ടയത്ത് സമാപിക്കും. എന്തായാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് CPM-നെ സംബന്ധിച്ച് സമാധാനപരമായ അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അക്രമം നടത്തുന്നവരെ തള്ളിപ്പറയാൻ യാതൊരു മടിയും CPM കാണിക്കില്ല. അത്തരത്തിലുള്ള അക്രമം കാണിക്കുന്നവർക്കെതിരെ നടപടി എടുക്കുന്ന കാര്യത്തിലും CPM യാതൊരു തരത്തിലും പിശുക്ക് കാട്ടില്ല എന്ന് തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, TP പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കോടിയേരിയുടെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്, ആ വാക്കുകൾ കൂടി കേൾക്കാം. ഇന്നലെ നിങ്ങൾ കേട്ടില്ലേ, യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി തൃശ്ശൂരിൽ വെച്ച് പറഞ്ഞിരിക്കുകയാണ്, മുഖ്യമന്ത്രിയുടെ കഴുത്തിന് കത്തിവെക്കും. ഇത് കേരളത്തിലാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. മുഖ്യമന്ത്രിയുടെ കഴുത്തിന് കത്തിവെക്കും യൂത്ത് കോൺഗ്രസ്. ഇത് ഉമ്മൻചാണ്ടി ഇത് അംഗീകരിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രിയുടെ കഴുത്തിന് കത്തിവെക്കും എന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രഖ്യാപനം ഇത് കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ? കലാപമുണ്ടാക്കാനാണ് ഇത്തരം പ്രഖ്യാപനം നടത്തുന്നത്. സാഹിത്യ അക്കാദമി സെക്രട്ടറി KP മോഹനനു നേരെ യൂത്ത് കോൺഗ്രസുകാരുടെ അക്രമശ്രമം. കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി പുതിയ കാവിന് സമീപമായിരുന്നു സംഭവം. സാഹിത്യ ശില്പശാലയിൽ പങ്കെടുത്ത് മടങ്ങുന്ന വഴി വാഹനം തടഞ്ഞു നിർത്തിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റത്തിന് ശ്രമിച്ചത്. സാഹിത്യ അക്കാദമി സെക്രട്ടറിക്ക് നേരെ കരുനാഗപ്പള്ളിയിലായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ്, ശരത്ലാൽ എന്നിവരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ സാംസ്കാരിക നായകന്മാർ അപലപിക്കുന്ന മൗനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കരുനാഗപ്പള്ളിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി KP മോഹനെ വഴിയിൽ തടഞ്ഞ വാഴപ്പിണ്ടി സമർപ്പിച്ചതും കരിങ്കൊടി കാട്ടി പ്രതിഷേധിച്ചതും. നട്ടലിന് പകരം വാഴപ്പിണ്ടിയുമായി നടക്കുന്ന സാംസ്കാരിക നായകർ കരുനാഗപ്പള്ളിയിലെ മണ്ണിൽ കയറിയാൽ യൂത്ത് കോൺഗ്രസ് വഴിയിൽ തടയുമെന്ന് നേതാക്കൾ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷിബു എസ് തൊടിയൂർ, CO കണ്ണൻ, KS പൂരം സുധീർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. RSS ഭീഷണിയെ തുടർന്ന് കവി കുരീപ്പുഴ ശ്രീകുമാർ പോലീസ് സംരക്ഷണയിൽ. കുരീപ്പുഴയുടെ വീട്ടിലും പോലീസ് കാവലേർപ്പെടുത്തി. വർഗീയതയ്ക്കെതിരായി തന്റെ നാവ് ശബ്ദിച്ചുകൊണ്ടേയിരിക്കുമെന്ന് കുരീപ്പുഴ പ്രതികരിക്കുന്നു. 19 ദിവസമായി കവി കുരീപ്പുഴ ശ്രീകുമാർ ഇങ്ങനെ പോലീസ് സംരക്ഷണയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്. വർഗീയവാദികൾക്കെതിരെ ശബ്ദമുയർത്തിയതിനായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള വധഭീഷണി. ഈ ഭീഷണിക്ക് മുന്നിൽ വകവെച്ചു കൊടുക്കുമോ? എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ പോകുന്നത്? അങ്ങനെ വകവെച്ചു കൊടുക്കാൻ സാധിക്കില്ലല്ലോ. കാര്യം, ഞാൻ ജനിച്ച മണ്ണാണ് ഇന്ത്യ, അല്ലെങ്കിൽ കേരളം. എനിക്ക് മുമ്പിൽ സഹോദരൻ അയ്യപ്പനടക്കം ഒരുപാട് ആളുകളുണ്ട്. അയ്യങ്കാളിയും വൈകലപ്പച്ചനും അടക്കം ഒരുപാട് ആളുകളുണ്ട്. പണ്ഡിറ്റ് KP കറുപ്പന്, സഹോദരൻ അയ്യപ്പൻ, ധാരാളം ആൾക്കാരുണ്ട്. ഇവരുടെ ചരിത്രം ചങ്ങമ്പുഴയുണ്ട്, വയലാറുണ്ട്, തിരുനെല്ലൂരുണ്ട്, വൈലപ്പള്ളിയുണ്ട്. ഇങ്ങനെയുള്ളൊരു വലിയ നീണ്ട നിര എഴുത്തുകാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും സംഘം എൻ്റെ മനസ്സിൽ, സാംസ്കാരിക നവസിലുണ്ട്. പിന്നെ ഞാനിത് വകവെച്ചു കൊടുക്കേണ്ട കാര്യം എന്താണ്? ഒരിക്കലും വകവെച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. ഒരു ഈ വർഗീയവാദത്തിനെതിരായിട്ടുള്ള താങ്കളുടെ സ്വതസിദ്ധ ശൈലിയിലുള്ള ഒരു പ്രതികരണം. വാക്ക് എരിയുന്നോരടുപ്പിൽ നിന്നും തീക്കനൽ കോരി ഞാൻ തിന്നിടുമ്പോൾ പൂക്കുന്നതെന്താണ് കൂട്ടുകാരി, ഓർക്കാപ്പുറത്തൊരു ചെമ്പരത്തി. വർഗീയവാദികൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് കവി കുരീപ്പുഴ ശ്രീകുമാറിന്റെ ഈ കവിത. കുരീപ്പുഴയുടെ വീട്ടിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ.
CPIM നേതാവ് VPP മുസ്തഫയെ ജയ്ഷെ മുഹമ്മദ് ഭീകരനായി ചിത്രീകരിച്ച മാതൃഭൂമിയിൽ വന്ന കാർട്ടൂൺ വിവാദമാകുന്നു. കാർട്ടൂൺ പ്രതിഷേധാർഹമെന്ന് മുസ്തഫ പ്രതികരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായ തന്നെ മതം ഉപയോഗിച്ച് അധിക്ഷേപിക്കുകയാണ് കാർട്ടൂണിൽ. കാർട്ടൂൺ പ്രകോപനപരമെന്നും മാതൃഭൂമിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുസ്തഫ പീപ്പിൾ ടിവിയോട് പ്രതികരിച്ചു. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗവുമായ ഡോക്ടർ VPP മുസ്തഫയെ നിരോധിത ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദ് ഭീകരനായി ചിത്രീകരിച്ച് മാതൃഭൂമിയിൽ വന്ന കാർട്ടൂണാണ് വിവാദത്തിലായിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായ തന്നെ തന്റെ മതം ഉപയോഗിച്ച് അധിക്ഷേപിക്കുകയാണ് കാർട്ടൂൺ എന്ന ആരോപണവുമായി VPP മുസ്തഫ രംഗത്തെത്തി. കാർട്ടൂൺ പ്രകോപനപരവും പ്രതിഷേധാർഹവുമാണെന്ന് മുസ്തഫ പീപ്പിളിനോട് പറഞ്ഞു. ആ പ്രസംഗം സൃഷ്ടിച്ച പ്രകോപനത്തെക്കാൾ എത്രയോ ഭീകരമായ പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിലാണ് മാതൃഭൂമിയിലെ ഇന്നത്തെ കാർട്ടൂൺ വന്നിട്ടുള്ളത്. അത് അങ്ങേയറ്റം വംശീയമായ ഒരു വിദ്വേഷം ജനിപ്പിക്കുന്ന വിധത്തിലാണ്. ഞാൻ CPIMന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള മതജാതി ചിന്തകളുമായിട്ട് നടക്കുന്ന ഒരാളല്ല. എനിക്ക് അങ്ങനെ ഒരു ജീവിതശൈലി ആർജിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ. പക്ഷേ ഇന്ന് വന്നിട്ടുള്ള കാർട്ടൂൺ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള എൻ്റെ ഐഡൻറ്റിറ്റിയെ കണക്കിലെടുത്തുകൊണ്ടല്ല, മറിച്ച് എൻ്റെ പേരിന് പിറകിലുള്ള ഐഡൻറ്റിറ്റിയെ അന്വേഷിച്ച് പോയിക്കൊണ്ടുള്ള ഒരു കാർട്ടൂണാണ് മാതൃഭൂമിയെ പോലെ ഒരു പത്രം ഇറക്കിയിട്ടുള്ളത്. മാതൃഭൂമിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുസ്തഫ അറിയിച്ചു. പാർട്ടി നേതൃത്വം അതിൽ നിയമപരമായ നടപടികളിലേക്ക് നീങ്ങണം എന്ന് തന്നെയാണ് എനിക്ക് നിർദ്ദേശം തന്നിട്ടുള്ളത്. പാർട്ടി നേതൃത്വത്തിന്റെ ആ നിർദ്ദേശം അനുസരിച്ച് നിയമപരമായ നടപടികൾ സ്വീകരിക്കും. തന്റെ 12 വയസ്സുള്ള മകൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾക്കെതിരെയും ചിലർ വധഭീഷണി ഉയർത്തുന്നുണ്ടെന്നും മുസ്തഫ പറഞ്ഞു. കാസർഗോഡ് നിന്നും PV കുട്ടൻ. കാസർഗോഡ് പെരിയയിലെ H1N1 പനി നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. പനി ബാധിച്ച 114 വിദ്യാർത്ഥികളിൽ 6 പേർക്കാണ് H1N1 സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ 70 വിദ്യാർത്ഥികൾ ചികിത്സയിലുണ്ട്. പെരിയ നവോദയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് ബാധിച്ച H1N1 പനി പടരുന്നു തടയാൻ ശക്തമായ മുൻകരുതൽ നടപടികളാണ് ആരോഗ്യവകുപ്പ് അധികൃതർ സ്വീകരിച്ചത്. 500-ലേറെ വിദ്യാർത്ഥികളുള്ള ഇവിടെ 114 പേർക്കാണ് H1N1 രോഗലക്ഷണങ്ങൾ കണ്ടത്. പരിശോധനയിൽ 6 പേർക്ക് H1N1 രോഗം സ്ഥിരീകരിച്ചു. മണിപ്പാലിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. സ്കൂളിൽ തന്നെ ഐസൊലേഷൻ മുറി ഏർപ്പെടുത്തിയാണ് ചികിത്സ നൽകുന്നത്. ഇപ്പോൾ 70 വിദ്യാർത്ഥികളാണ് ചികിത്സയിലുള്ളത്. മറ്റുള്ളവരുടെ പനി മാറിയിട്ടുണ്ട്. H1N1 സ്ഥിരീകരിച്ച 2 വിദ്യാർത്ഥികൾ വീട്ടിൽ ചികിത്സ തുടരുകയാണ്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആശങ്കാവശ്യമില്ലെന്നും പനി നിയന്ത്രണ വിധേയമാണെന്നും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ RMO ഡോക്ടർ റിജിത്ത് അറിയിച്ചു. ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥികളെ ജില്ലാ കലക്ടർ ഡോക്ടർ D സജിത് ബാബു സന്ദർശിച്ചു. പ്രത്യേക മെഡിക്കൽ സംഘവും വിദ്യാർത്ഥികളുടെ ആരോഗ്യനില നിരീക്ഷിച്ചു വരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. BJP ഇതര സംസ്ഥാനങ്ങളുടെ കടുത്ത എതിർപ്പിനിടെ ലോട്ടറി GST ഏകീകരണത്തിനായി GST കൌൺസിലിന്റെ നിർണായക യോഗം ചേരുന്നു. ചെലവ് കുറഞ്ഞ ഭവന നിർമ്മാണത്തിനുള്ള GST 1% കുറച്ചു. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇല്ലാതെയാണ് ഇത്. വിവരങ്ങളുമായി ശരത് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശരത്, എങ്ങനെയാണ് യോഗം പുരോഗമിക്കുന്നത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അനന്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മധ്യവർഗത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള തീരുമാനങ്ങളാണ് ഇന്ന് ചേർന്ന GST കൌൺസിലിൽ ഇപ്പോൾ തീരുമാനമായി കൈക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തീരുമാനങ്ങളൊക്കെ തന്നെ വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും ചെലവ് കുറഞ്ഞ ഭവന നിർമ്മാണത്തിനുള്ള GST 1% കുറയ്ക്കാനുള്ള തീരുമാനമാണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇല്ലാതെയാണ് 1% കുറയ്ക്കാനുള്ള തീരുമാനം GST കൌൺസിൽ കൈക്കൊണ്ടിരിക്കുന്നത്. 45 ലക്ഷം രൂപയിൽ താഴെയുള്ള ഭവനങ്ങളെയാണ് ഈ ചെലവ് കുറഞ്ഞ ഭവനം എന്നുള്ള നിലയിൽ പരിഗണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നഗരമേഖലയിൽ 60 ചതുരശ്ര മീറ്റർ, അതുപോലെ തന്നെ നഗരേതര മേഖലകളിൽ 90 ചതുരശ്ര മീറ്റർ എന്നുള്ള മാനദണ്ഡവും ഈ GST ഇളവിന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ GST ഇളവുമായി ബന്ധപ്പെട്ട് തീരുമാനം എന്നുള്ള നിലയിൽ കൈക്കൊണ്ടിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ചെലവ് കുറഞ്ഞതല്ലാത്ത ഭവനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ GST നിരക്ക് 5% കുറച്ചിരിക്കുന്നത്. ആ 5% കുറച്ചതും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇല്ലാതെയാണ്. ഈ തീരുമാനങ്ങൾ ഏപ്രിൽ 1 മുതലായിരിക്കും പ്രാബല്യത്തിൽ വരിക. മറ്റ് നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളുടെ സംബന്ധിച്ചുള്ള GST ഇളവുകളെ സംബന്ധിച്ചുള്ള തീരുമാനവും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഏതായാലും GST യോഗം അവസാനിച്ച ശേഷം ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുകയാണ്. അതിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു കാര്യമെന്ന് പറയുന്നത് ലോട്ടറി GST ഏകീകരണത്തിനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട്. എന്നാൽ ലോട്ടറി GST ഏകീകരിക്കരുത് എന്നുള്ള കൃത്യമായ നിലപാടിൽ തന്നെയാണ് കേരളമുള്ളത്. മറ്റ് BJP ഇതര സംസ്ഥാനങ്ങളും ഈ നിലപാടിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യമാണുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഏതായാലും ലോട്ടറി GST ഏകീകരണം പാസാക്കിയെടുക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ
കേന്ദ്ര സർക്കാർ ലോട്ടറി നികുതി നിരക്ക് ഏകീകരിക്കാൻ നടത്തിയ ശ്രമങ്ങളെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ എതിർത്ത് തോൽപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ശരി ശരത്, വ്യക്തമാണ്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ അല്പസമയം കൂടി കഴിയുമ്പോൾ നമുക്ക് ലഭ്യമാകും എന്ന് കരുതുന്നു. കുത്തക മാധ്യമങ്ങൾ UDF-ന്റെ ഘടകകക്ഷികളായി പ്രവർത്തിക്കുന്നുവെന്ന് കോടിയേരി അഭിപ്രായപ്പെട്ടു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് BJP-യും കോൺഗ്രസും ഒന്നിക്കാൻ നീക്കം നടത്തുന്നുവെന്നും കോടിയേരി പറഞ്ഞു. LDF ജനസംരക്ഷണ യാത്രയുടെ ഭാഗമായി കോട്ടയത്ത് കുറുപ്പുംതറയിൽ സംസാരിക്കുകയായിരുന്നു കോടിയേരി. വിശ്വാസികളുടെ പേര് പറഞ്ഞുകൊണ്ട് കോൺഗ്രസും BJP-യും യോജിക്കാൻ ഇവിടെ അണിയറ നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചില കുത്തക മാധ്യമങ്ങൾ ഇപ്പോൾ UDF-ന്റെ ഘടകകക്ഷികളെ പോലെ പ്രവർത്തിക്കുകയാണ്. കേരള സംരക്ഷണ യാത്ര വരവേൽക്കാൻ ശബരിമല മുൻ മേൽശാന്തിയും. വൈക്കം ബോട്ട് ജെട്ടിയിൽ നടന്ന സ്വീകരണ യോഗത്തിലാണ് ശബരിമല മുൻ മേൽശാന്തി തലയാഴം മാരാമത്ത് മനയിൽ PJ നാരായണൻ നമ്പൂതിരി ജാഥ ക്യാപ്റ്റൻ കോടിയേരി ബാലകൃഷ്ണനെ ഷാളണിയിച്ച് സ്വീകരിച്ചത്. ശബരിമല സ്ത്രീ പ്രവേശന വിധിയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ കോൺഗ്രസും BJP-യും ശ്രമിക്കുമ്പോഴാണ് ശബരിമല മുൻ മേൽശാന്തി PJ നാരായണൻ നമ്പൂതിരി മതനിരപേക്ഷ നിലപാടുയർത്തിയുള്ള കേരള സംരക്ഷണ യാത്രയെ സ്വീകരിക്കാനെത്തിയത്. ജാഥ ക്യാപ്റ്റൻ കോടിയേരി ബാലകൃഷ്ണനെ മേൽശാന്തി ഷാളണിയിച്ച് സ്വീകരിച്ചു. സാധാരണക്കാർക്ക് തൃപ്തി നൽകുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഭക്തിക്ക് പ്രായഭേദമില്ല. ശബരിമലയുടെ വികസനത്തിനു വേണ്ടി കോടികൾ അനുവദിച്ച സർക്കാരാണിത്. തീർത്ഥാടകർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തീർത്ഥാടനം സുഗമമാക്കി. ഇത്തരത്തിൽ സർക്കാർ നൽകുന്ന സഹായങ്ങളാണ് ശബരിമലയിലെ വികസനത്തിന്റെ സത്യമെന്നത് നിഷേധിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോടിയേരി നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ കോട്ടയം ജില്ലയിൽ പര്യടനം തുടരുന്നു. 2 ദിവസമായി 7 കേന്ദ്രങ്ങളിൽ ജാഥ സ്വീകരണം ഏറ്റുവാങ്ങി. ഇന്ന് കുറുപ്പുംതറയിലായിരുന്നു ആദ്യ സ്വീകരണം. മോദിയുടെ ഭരണത്തിൽ സംതൃപ്തരായ ഒരു ജനവിഭാഗവും രാജ്യത്തിലില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. മോദിയെ അധികാരത്തിൽ നിന്ന് ഇറക്കാതെ രാജ്യം രക്ഷപ്പെടില്ലെന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മലപ്പുറം കൊണ്ടോട്ടിയിൽ LDF വടക്കൻ മേഖലാ ജാഥയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു കാനം. 5 വർഷക്കാലമായി നരേന്ദ്രമോദി ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എത്ര നടപ്പിലാക്കി എന്ന് പരിശോധിക്കാം. മോഡിയെ അധികാരത്തിൽ നിന്ന് ഇറക്കാൻ ഇവിടെ ഗവർണർ മാസ്റ്റർ പറഞ്ഞു. ഇറക്കാനുള്ള വഴിയെക്കുറിച്ച് മാത്രം നമ്മൾ ആലോചിക്കും. ഇപ്പോ 5 വർഷക്കാലം ഈ ഭരണം ഉണ്ടായിരുന്നു. ഈ ഭരണത്തിൽ ഏതെങ്കിലും ജനവിഭാഗങ്ങൾ സംതൃപ്തരാണ്? കാനം നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ ഇന്ന് മലപ്പുറം ജില്ലയിലാണ്. ജില്ലാ അതിർത്തിയായ ഐക്കരപ്പടിയിൽ LDF നേതാക്കൾ ജാഥയെ സ്വീകരിച്ചു. 3 ദിവസമാണ് മലപ്പുറം ജില്ലയിലെ പര്യടനം. വിവരങ്ങളുമായി KT സ്വാലിഹ് ചേരുന്നുണ്ട്. സ്വാലിഹ്, ജനസംരക്ഷണ യാത്രയെ എങ്ങനെയാണ് മലപ്പുറം ജില്ല സ്വീകരിച്ചത്? എന്തൊക്കെയാണ് പര്യടനത്തിന്റെ വിശദാംശങ്ങൾ? ആനന്ദ്, വളരെ ആവേശം നിറഞ്ഞ സ്വീകരണമാണ് മലപ്പുറം ജില്ലയിൽ ഉത്തരമേഖലാ ജാഥയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ 11 മണിയോടെ കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ നിന്ന് LDF ജില്ലാ നേതാക്കൾ ചേർന്ന് ജാഥയെ സ്വീകരിച്ചു. അതിനുശേഷം കൊണ്ടോട്ടിയിലായിരുന്നു ആദ്യ സ്വീകരണം. തുടർന്ന് ഉച്ചകഴിഞ്ഞ് കോഹിനൂരിലെ സ്വീകരണവും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ചെമ്മാടും അതിനുശേഷം താനൂരിൽ ഇന്നത്തെ പര്യടന പരിപാടി സമാപിക്കും. നാളെ രാവിലെ തിരൂരിൽ നിന്ന് വീണ്ടും ആരംഭിക്കും. 12 സ്വീകരണ കേന്ദ്രങ്ങളാണ് ജില്ലയിൽ ആകെ 3 ദിവസങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്നത്. 27-ന് രാവിലെ പാലക്കാട്ടേക്ക് കടക്കും. LDF ഘടകകക്ഷി നേതാക്കളോടൊപ്പം ജില്ലയിലെ LDF നേതാക്കളും ജാഥയെ അനുഗമിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളും BJP സർക്കാരിന്റെ കൊള്ളരുതായ്മയും എല്ലാം വിശദീകരിച്ചാണ് നേതാക്കൾ പ്രസംഗിക്കുന്നത്. കാനം രാജേന്ദ്രൻ പ്രധാനമായും BJP സർക്കാരിന്റെ താഴെ ഇറക്കേണ്ടതിന്റെ ആവശ്യകതകൾ ഓരോന്നായി തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ പ്രചാരണ യോഗങ്ങളിൽ വിശദീകരിക്കുകയുണ്ടായി. സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളും എണ്ണിപ്പറഞ്ഞത് കയ്യടിയോടെയാണ് ജനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആനന്ദ്. ശരി സ്വാലിഹ്, വിശദാംശങ്ങൾ വ്യക്തമാണ്. കാനം നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ മലപ്പുറത്ത് പര്യടനം തുടരുകയാണ്. തിരുവനന്തപുരത്തെ പ്രധാനമന്ത്രിയുടെ കിസാൻ പദ്ധതി ഉദ്ഘാടനം സംസ്ഥാന സർക്കാർ അറിയാതെ നടത്തിയതിനെതിരെ കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ച് VS സുനിൽകുമാർ രംഗത്തെത്തി. പ്രവൃത്തി രാഷ്ട്രീയ അല്പത്തമെന്നും ഫെഡറൽ സംവിധാനത്തിനെതിരെയുള്ള വെല്ലുവിളിയെന്നും സുനിൽകുമാർ പ്രതികരിച്ചു. കേരള സർക്കാരിനെ കെട്ടിയിറക്കിയതല്ലെന്നും കേന്ദ്ര പദ്ധതിയാണെങ്കിലും സംസ്ഥാന സർക്കാർ വഴിയാണ് നടപ്പാക്കുന്നതെന്നും എന്നാൽ സർക്കാർ പരിപാടി രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റിയെന്നും സുനിൽകുമാർ പ്രതികരിച്ചു.
അത് ഇവിടെ നടക്കുന്നതാണ് സംസ്ഥാനതല ഉദ്ഘാടനം. ഞാനാണല്ലോ കൃഷി വകുപ്പ് മന്ത്രി. അവിടെ നടക്കുന്നത് ഒരു രാഷ്ട്രീയ അല്പത്തരാണ്. അതായത് ഇപ്പോൾ നടക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണ നിലയിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും എന്നൊക്കെ പറയുന്ന ഗവൺമെന്റുകളാണ്. അത് ഭരിക്കുന്ന ആളുകൾക്ക് പല രാഷ്ട്രീയം ഉണ്ടായിരിക്കും. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പൈസയും സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന പൈസയും നമ്മുടെ ഖജനാവിലെ പൈസയാണ്. അത് വിതരണം ചെയ്യുന്ന പരിപാടികൾ ഗവൺമെന്റുകളാണ് സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും സംയുക്തമായിട്ടാണ് എല്ലാ കാര്യങ്ങളിലും ഫണ്ടുകൾ അനുവദിക്കുന്നത്. അപ്പോൾ അതിൽ ചില കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് മാത്രം നടത്തുന്ന പരിപാടികളുണ്ടാവും, ചില കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഈ പ്രധാനമന്ത്രി കൃഷി സമ്മാൻ പദ്ധതി എന്ന് പറയുന്നത് അപേക്ഷ സ്വീകരിക്കുന്നതും അതിന്റെ ഫസ്റ്റ് വാലിഡേഷൻ നടത്തുന്ന എല്ലാം സംസ്ഥാന കൃഷി ഡിപ്പാർട്ട്മെന്റാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു 5 ദിവസം മുമ്പാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു അറിയിപ്പ് വന്നു. സംസ്ഥാന തലത്തിലെ 24-ാം തീയതി ഉദ്ഘാടനം വെക്കണം 10 മണിക്ക്, ജില്ലാ തലത്തിൽ ഉദ്ഘാടനം വെക്കണം, ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഉദ്ഘാടനങ്ങൾ വെക്കണമെന്ന് തീരുമാനിച്ചു. രജത ജൂബിലി ആഘോഷിക്കുന്ന തൃശൂർ ചെന്നായിപ്പാറ ദിവ്യ ഹൃദയാശ്രമത്തിന് ജോയ് ആലൂക്കാസ് ഫൗണ്ടേഷൻ നിർമ്മിച്ച സ്നേഹഭവൻ മന്ദിരം സമർപ്പിച്ചു. അന്തേവാസികൾക്ക് താമസിക്കാൻ ഉതകും വിധമാണ് ഭവനം സജ്ജീകരിച്ചിട്ടുള്ളത്. കെട്ടിടത്തിന്റെ ആശീർവാദ കർമ്മം തൃശൂർ അതിരൂപത മുൻ ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുടി നിർവഹിച്ചു. MLA അഡ്വക്കേറ്റ് കെ രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജോയ് ആലൂക്കാസ് ഫൗണ്ടേഷൻ ട്രസ്റ്റി ജോളി ജോയ്, ആലൂക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോയ് ആലൂക്കാസ്, ഫാദർ ജോർജ് കണ്ണംപ്ലായ്ക്കൽ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. സെലിബ്രിറ്റി ഷെഫ് സഞ്ജീവ് കപൂറിന്റെ യെല്ലോ ചില്ലി റെസ്റ്റോറന്റ് ശൃംഖലയുടെ പുതിയ ശാഖ തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. PMGയിൽ തുറന്ന ശാഖയുടെ ഉദ്ഘാടനം ഷെഫ് സഞ്ജീവ് കപൂർ നിർവഹിച്ചു. ഇന്ത്യയിലെ തനത് രുചിക്കൂട്ടുകൾ തലസ്ഥാനത്തെ ഭക്ഷണപ്രിയർക്ക് പരിചയപ്പെടുത്തുകയാണ് യെല്ലോ ചില്ലി. ഇന്ത്യയിലും വിദേശത്തുമായി 43ാമത്തെ ശാഖയാണ് തിരുവനന്തപുരത്ത് ആരംഭിച്ചത്. ഉണ്ണികൃഷ്ണ മേനോൻ, വിജയലക്ഷ്മി എന്നിവരാണ് പുതിയ ശാഖയുടെ ഉടമസ്ഥർ.